ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാവരും ഉണ്ടല്ലോ. പിന്നെ കാര്യങ്ങളൊക്കെ മംഗളകരമായിട്ട് നടന്നു. പിന്നെ വിനുവിന്റെ പേരിൽ 5 സെന്റ് വസ്തു വാങ്ങാൻ അഡ്വാൻസ് ചെയ്യാൻ കൊടുത്തു. ഇനി വീട് വയ്പ് ചടപടാന്ന് അങ്ങോട്ട് നടന്നോളും. അതെ, ഒരു നല്ല കാര്യം നടന്നതിന്റെ സ്വീറ്റ്സാ. ഈ മധുരം ആദ്യമായിട്ട് കഴിക്കാൻ അർഹതപ്പെട്ട ആൾ അച്ഛൻ തന്നെയാ. അതാ അച്ഛാ, ഇനി വിനുവിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. കഴിക്കച്ചാ. അമ്മേ, എന്തിനെന്നെ? മിണ്ടരുത്. ഒരച്ഛനോട് മകൻ ചെയ്ത പുണ്യപ്രവൃത്തിക്ക് എന്തിനാ ചന്ദ്രു അവനെ തല്ലിയത്? ഇതുപോലെ തങ്ക മനസ്സുള്ള മോനെ പൊന്നാടയിട്ട് ആദരിക്കുകയല്ലേ വേണ്ടത്? നല്ല കാര്യം തന്നെ മോനെ നീ ചെയ്തത്. കൂടപ്പറപ്പിന് വീടും കൂടുമില്ലാതെ തെരുവി കിടക്കുമ്പോഴ് എനിക്കെങ്ങനെ ഉറങ്ങാൻ പറ്റുമെന്നും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് നീ പണം പറ്റിച്ചു വാങ്ങിയില്ലേ? സന്തോഷമായടാ. നിനക്ക് ജന്മം നൽകിയ നിന്റെ അച്ഛൻ മനസ്സുരുകി പറയുക, മിണ്ടാപ്രാണിയായ വിനുവിനെ പറ്റിച്ച നീ ഇനി ഒരു കാലത്തും സ്വസ്ഥമായിട്ട് ഉറങ്ങില്ല. ഉറക്കം കിട്ടില്ല നിനക്ക്. കൊള്ളാം. കൂടപ്പറപ്പിന് വേണ്ടി നല്ല കാര്യം ചെയ്തു വന്ന പ്രകാശന് തല്ലും ശാപവും. ഇവിടെ പ്രകാശൻ എന്ത് നല്ല കാര്യം ചെയ്താലും മതി. ഒന്ന് നിർത്തുന്നുണ്ടോ? വസന്തേച്ചി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. നിങ്ങളുടെ എല്ലാ ഗൂഢാലോചനകളും തുറന്നു പറഞ്ഞിട്ടാ പോയത്. സ്വന്തമായി ഒരു വീട് വേണമെന്നുള്ള ആഗ്രഹം എനിക്ക് മനസ്സിലാകും. പക്ഷേ അച്ഛന്റെ അമ്മയുടെയും ശാപം പിടിച്ചു വാങ്ങിക്കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു കൊട്ടാരത്തിലും ആരും ഇതുവരെ സമാധാനമായിട്ട് ഉറങ്ങിയിട്ടില്ല. നാടകം കളിച്ച് തന്ത്രപരമായിട്ട് അച്ഛന്റെ കയ്യിൽ നിന്ന് ചെക്ക് ഒപ്പിട്ട് വാങ്ങിച്ചപ്പോഴേ എനിക്കറിയാമായിരുന്നു അത് ചതിക്കാനാണെന്ന്. അച്ഛനെയും അമ്മയും ചതിച്ചിങ്ങനെ ജീവിക്കാൻ നാണമില്ലേ നിങ്ങക്ക്? നിർത്തറ. അച്ഛനെയമ്മയെ വേദനിപ്പിക്കുന്ന കാര്യമൊന്നും ജഗൻ ഇങ്ങോട്ട് എഴുന്നള്ളിക്കണ്ട കേട്ടാ. ഒരു പെണ്ണിനെ ബോധം കെടുത്തി താലി കെട്ടിയപ്പോ ഈ പറയുന്ന തന്തയെന്നൊന്നും ഇല്ലായിരുന്നോ? നാട് മുഴുവൻ അറിയപ്പെടുന്ന കുറുപ്പിന്റെ മകൻ തട്ടുകട നടത്തിയതും സ്വന്തം തന്തയുടെ മുഖത്ത് കരിവാരി തെക്കാനായിരുന്നില്ലേ? അതുകൊണ്ട് മാതാപിതാക്കളെ ചതിച്ച കവലപ്രസംഗമൊന്നും ജഗൻ എന്റെ നേരെ വിളമ്പണ്ട. സ്വന്തം നേട്ടത്തിന് വേണ്ടി അച്ഛനെയും അമ്മയും കൊള്ളയടിച്ചവനല്ല ജഗൻ.